നമ്മളിപ്പോൾ കാണുന്നതാണ് തിയേറ്ററുകളാകട്ടെ, അല്ലെങ്കിൽ ഒരു പബ്ലിക് പരിപാടിയാകട്ടെ, അല്ലെങ്കിൽ ഫിലിം പ്രൊമോഷനാകട്ടെ, അവിടെ വരുന്ന നടിമാരുടെ, അതിൽ പ്രത്യേകിച്ച് നടിമാരുടെ തന്നെ താരങ്ങളുടെ വീഡിയോസ് എടുത്തിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാ പേജുകളിലൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഇതിൽ തന്നെ നടിമാരുടെ വസ്ത്രം ഏതെങ്കിലും രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ അത്തരം വീഡിയോകളാണ് കൂടുതലായിട്ട് പ്രദർശിപ്പിക്കാറുള്ളത്. അത്തരം ധാരാളം സോഷ്യൽ മീഡിയ പേജുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നടിയും ടെലിവിഷൻ അവതാരികയ്ക്കായ പാർവതി ആർ കൃഷ്ണ കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു അനുഭവം പങ്കുവച്ചിരുന്നു. അവരുടെ ഇത്തരം ഒരു ഷൂട്ടിൻ്റെ മോശം സൂം ചെയ്തുള്ള ഒരു മോശം വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ അല്ല ഒരു ഇൻസ്റ്റാ പേജിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. അവരുടെ അക്കൗണ്ട് ഇവർ പൂട്ടിച്ചു എന്നാണ് അവർ അവകാശപ്പെട്ടത്. അജിംസ്, ഇപ്പം നിഷാദ് മലയാളി പൊളിയാണ് എന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ഒരു ഡിജിറ്റൽ ലോകമുണ്ട്, നിരന്തരം ഇത്തരത്തിലുള്ള വീഡിയോസും ചിത്രങ്ങളും പ്രചരിക്കുന്ന. അതിൽ ഏറ്റവും കൂടുതൽ താരങ്ങളുടെയാണ്. അവരെവിടെ ചെന്നാലും അവർക്ക് ഈ സ്വകാര്യത കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാനിത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടില്ല. ഞാൻ ഒരുപക്ഷെ ഇൻസ്റ്റയിൽ അത്ര ഊളിയിട്ട് ഇറങ്ങാത്ത ഒരാളായതുകൊണ്ടായിരിക്കും ഞാൻ കാണാത്തത്. ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്കിൽ ചില ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽ നമ്മൾ യഥാർത്ഥത്തിൽ പെർവേർട്ടുകൾ ഇത്രയധികം കേരളത്തിലുണ്ടോ എന്ന് നമുക്ക് തോന്നുന്ന വിധം ഈ ഫേക്ക് ഐഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഈ നടിമാരെയും സെലിബ്രിറ്റികളെയും ഒക്കെ അപമാനിക്കുന്ന, അക്ഷരാർത്ഥത്തിൽ അപമാനിക്കുന്ന പോസ്റ്റുകളും ചിത്രങ്ങളും പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു വിനോദം. എനിക്കതിൽ ഏറ്റവും സങ്കടം തോന്നിയത് ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആളുടെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ വരെ ഇവരിത്തരം ഫോട്ടോസ് ഇട്ടിട്ട് അപമാനിക്കുകയാണ്, വെർബൽ റേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പല പേരുകളിൽ ഫേസ്ബുക്കിൽ അത്തരം പേജുകളുണ്ട്. ഏറ്റവും ഉദാഹരണം എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ കാര്യം, നമ്മൾ അടുത്തിറങ്ങിയ മുറ എന്ന സിനിമയുണ്ടല്ലോ. മുറ എന്ന സിനിമയിൽ മാലാ പാർവതി ഒരു നല്ല വേഷം ചെയ്തിരുന്നു. ഒരു വില്ലൻ റോളാണ് അവർ ചെയ്തത്. അവർ ജിംനേഷ്യത്തിൽ വർക്കൗട്ട് ചെയ്യുന്ന, വളരെ മാന്യമായ വസ്ത്രം ധരിച്ചാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അത്തരം ഫോട്ടോകൾ എടുത്തിട്ടിട്ട് അവരെക്കുറിച്ച്, അത്രയും പ്രായമുള്ള സ്ത്രീയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ വെർബൽ റേപ്പ് ചെയ്യുന്ന പോസ്റ്റുകൾ ധാരാളമായി ഈ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമ്മുടെ ഫീൽഡിൽ വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരികയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടെന്ന് പറയാൻ. കാരണം ഇത് ഒന്ന് അവരുടെ ആ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നേറ്റാണ്. മറ്റൊന്ന് അവരുടെ അന്തസ്സ്, സ്ത്രീകളുടെ അന്തസ്സിന് നേരെയുള്ള ആക്രമണമാണ്. ഇപ്പോൾ നമ്മൾ മുമ്പ് ഇവിടെ സംസാരിച്ച പോലെ ഈ വിദ്വേഷ പ്രചാരണത്തിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കാത്തതുപോലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണം, ഇതിനങ്ങനെ തന്നെ പറയാമല്ലോ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തിനെതിരെയും ഒരു നടപടിയും പോലീസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവരാരെങ്കിലും ഇപ്പോൾ പോലീസ് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നിരിക്കട്ടെ, ഇവരാദ്യം ഫേസ്ബുക്കിനോട് വിശദീകരണം തേടും. ഇതാരാണ് ചെയ്തത് എന്നിട്ട് വിശദീകരണം തേടിയിട്ട് പറയും അത് കുഴപ്പമില്ല, അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് പ്രശ്നമൊന്നുമില്ല. ഫേസ്ബുക്കിൻ്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്ന ലോകത്തെ ഏറ്റവും വലിയ അശ്ലീലാണ്. ഫേസ്ബുക്കിൽ നമ്മളൊരു വിദ്വേഷ പ്രചാരണത്തിനെതിരെ റിപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റില്ല. അത് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് സ്റ്റാൻഡേർഡിന് അനുകൂലമാണെന്നാണ് ഒരു പച്ച വിദ്വേഷം പറഞ്ഞാൽ പോലും ഫേസ്ബുക്ക് അത് റിമൂവ് ചെയ്യില്ല. തേർഡ് പാർട്ടി ഫാക്ട് ചെക്കിംഗ് നീക്കിയല്ലോ, ആ പരിപാടിയില്ല, ഫാക്ട് ചെക്കിംഗ് ഇല്ല. അപ്പോൾ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സെപ്റ്റ് യൂട്യൂബ് ഒഴികെ ബാക്കി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും വിദ്വേഷ പ്രചാരണത്തിന് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പോലീസ് നേരത്തെ നടപടി സ്വീകരിക്കില്ല, സർക്കാർ വിമർശനത്തെ മാത്രമാണ് പോലീസ് നടപടി സ്വീകരിക്കുക. എന്നിരിക്കെ ഒരു സോഷ്യൽ മീഡിയ, ഇപ്പോൾ ട്വിറ്റർ ആകട്ടെ, ഇൻസ്റ്റാഗ്രാം ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, വിദ്വേഷ പ്രചാരണത്തിന് ഒരു നടപടിയും സ്വീകരിക്കില്ല. മറ്റൊന്ന്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇത്തരം സൈബർ അറ്റാക്കിനെതിരെയും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. പരാതി കൊടുത്താൽ പോലും ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അപ്പോൾ ഫേസ്ബുക്കിന് അങ്ങനെ ഒരു നിലപാടാണുള്ളത്, ഭരണകൂടത്തിനും ആ നിലപാടാണുള്ളത്. ഇവിടെ സ്ത്രീകളുടെ അന്തസ്സ് ഒട്ടും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പാർവതി ആർ കൃഷ്ണ ചെയ്തതുപോലെ പരസ്യമായി രംഗത്ത് വരിക, അത് പൂട്ടിക്കാനുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. അത്തരം നിരവധി കംപ്ലയിൻറ്റുകൾ വന്നു കഴിയുമ്പോൾ ഇത് എന്തിനാണ് നിശബ്ദമായിട്ട് സഹിക്കുന്നത്? ഇത് നിശബ്ദമായിട്ട് സഹിക്കേണ്ട ഒരു കാര്യമല്ല. ഇതുപോലുള്ള സെലിബ്രിറ്റികൾ അങ്ങനെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ സാധാരണക്കാരായ സ്ത്രീകളും അതിനുവേണ്ടി രംഗത്ത് വരും. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം, കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ ഭർത്താവിനോടൊപ്പം ഒളിച്ചോടിക്കൊണ്ടൊരു പെൺകുട്ടി ഒരു ലൈവ് വീഡിയോ ചെയ്തിരുന്നു. ഞാൻ ഈ ചേട്ടനുമായിട്ട് ഭയങ്കര പ്രേമത്തിലാണ്, ഞങ്ങൾ ഒളിച്ചോടി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഭർത്താവിനെ പ്രേമിക്കാമോ, ചേച്ചിയുടെ ഭർത്താവിനെ ഇപ്പോൾ ഒളിച്ചോടി പോകാമോ എന്നുള്ള മോറലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഈ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്ക് പേജുകളല്ല, മലയാളത്തിലൊരു പ്രമുഖ മാധ്യമത്തിൻ്റെ വെബ്സൈറ്റിൽ ഇവർ അപമാനിച്ചുകൊണ്ട് ആ വീഡിയോ റീപ്രൊഡ്യൂസ് ചെയ്യും, അവരെക്കുറിച്ചുള്ള വാർത്തകൾ വരികയും അതിൻ്റെ അടിയിലെ കമൻറ്റുകൾ വായിച്ചു നോക്കണം. പിന്നീട് പറയുന്നു അയാൾ ഉപേക്ഷിച്ച് പോയി എന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമം വാർത്ത ചെയ്യുകയാണ്. ഒരു ശബ്ദ സന്ദേശം പ്രചരിക്കുന്നു, ഏട്ടനോടൊപ്പം ഒളിച്ചോടിയ പെൺകുട്ടിയെ ഏട്ടൻ ഉപേക്ഷിച്ച് പോയി എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട ഹെഡിങ്ങിൽ പ്രധാനപ്പെട്ട വാർത്താ മാധ്യമത്തിൻ്റെ വെബ്സൈറ്റിലാണ് വരുന്നത്. അതിൻ്റെ അടിയിൽ വന്നിട്ട് ഈ 2 പേരെയും ആളുകൾ തെറി വിളിക്കുന്നു, എന്നാൽ വേലി ചാടിയ പശു കോലുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ കമൻറ്റുകൾ ധാരാളമായി വരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം
വിവാഹിതരായ രണ്ടാളുകൾ അല്ലെങ്കിൽ വിവാഹത്തിന് പുറത്ത് ഒരാൾ വിവാഹബന്ധം ഉപേക്ഷിച്ച് ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരാളോടൊപ്പം പ്രണയിച്ച ആളോടൊപ്പം ഒളിച്ചോടി പോകുന്നത് ലോകത്ത് ആദ്യത്തെ സംഭവമല്ല. വിവാഹം കഴിച്ച ഭാര്യയെ ഉപേക്ഷിച്ച് പോയ ഒരാളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നയാൾ എന്ന് കരുതി നമ്മൾ പ്രധാനമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് നമ്മൾ തെറി വിളിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ മനുഷ്യരുടെ ജീവിതം, മനുഷ്യരുടെ സ്വകാര്യതയിലേക്ക് കയറിയിട്ട് വെറുതെ ഇരുന്ന് അങ്ങനെ അഭിപ്രായം പറയുക, അവരെ ചീത്ത വിളിക്കുക, അവരെ മോറലി ജഡ്ജ് ചെയ്യുക, ഇതൊരു ഒരുതരം പെർവേഷനാണ്. ഈ പെർവേഷൻ മലയാളികൾക്കിടയിൽ ധാരാളം ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ കാണുമ്പോൾ. ഇതിനെതിരെ ഇപ്പോൾ പാർവതി കൃഷ്ണ രംഗത്ത് വന്ന് വളരെ മാതൃകാപരമാണ്. മറ്റ് സെലിബ്രിറ്റീസും അവരുടെ പാതയിൽ ഇതിനെ എക്സ്പോസ് ചെയ്യും, ഫ്ലാഗ് ചെയ്യും, റിപ്പോർട്ട് ചെയ്യും ചെയ്യുന്നതാണ് പറയാനുള്ളത്. നിഷാദ്, ഈ പാർവതി കൃഷ്ണ പൂട്ടിച്ച ചാനലിൽ ഒരു രോമാഞ്ചം എന്നാണ്. ഈ വെള്ളിയാഴ്ച ദിവസം ഇടപ്പള്ളിയിൽ വനിതാ വിനിത തിയേറ്ററിൽ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് ചില താരങ്ങളുടെ പ്രിവ്യൂ ഷോയുടെ അത് കഴിഞ്ഞാൽ ഈ താരങ്ങൾ കാറിലേക്കും തിരിച്ച് ഓടുന്ന വീഡിയോസാണ് മിക്കപ്പോഴും കാണുന്നത്. കുയിലെന്നും കാക്കയെന്നൊക്കെ പറഞ്ഞുള്ള പേജുകളിലൂടെ ഇവർ വീഡിയോസ് വരുമെന്നുള്ള പേടി കൊണ്ട് തന്നെ ആയിരിക്കാം കുറേ പേര് ഇതിനെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പോലീസിൽ പരാതി കൊടുത്താൽ ഇതിങ്ങനെ നീണ്ടുപോകും എന്നൊക്കെയുള്ള ആശങ്ക സ്വാഭാവികം ഇവർക്കുണ്ടാവില്ല. അതൊക്കെ തന്നെ ആയിരിക്കാം ഇപ്പോൾ അജിംസ് പറഞ്ഞ പോലെ പാർവതി തന്നെ അത് പൂട്ടിക്കാൻ ഇറങ്ങിയത്. ഈ നമുക്കൊരു ഡിജിറ്റൽ മീഡിയ സാക്ഷരത വേണ്ടതല്ലേ? ഇല്ല, ഒന്നാമത്തെ കാര്യം നമ്മൾ എത്രയോ കാലമായിട്ട് കാണുന്നതാണ്, മുഖമില്ലാത്ത മനുഷ്യരും ഉള്ളവരും വന്ന് ആളുകളെക്കുറിച്ച് ഈ പറഞ്ഞ മോശം കമൻറ്റുകൾ പറയുക, വെർബൽ റേപ്പ് നടത്തുക എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതിനെക്കുറിച്ച് പോലീസിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ പോലീസിന് പലതരത്തിലുള്ള പരിമിതികളുണ്ടെന്ന് എപ്പോഴും പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ സികേഷ്, ഈ പ്രശ്നം എന്താണ്? ഇത് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഇതൊരു കച്ചവടമാണ്. കുറേ ആളുകൾ നടത്തുന്ന ബിസിനസ്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു മൊബൈൽ ഫോൺ എടുക്കുന്നു, നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കുയിലെന്നും വെള്ളക്കുയിലെന്നും ഒക്കെ ഉള്ള പേരിടുന്നു, രോമാഞ്ചം എന്ന് പേരിടുന്നു. എന്നിട്ട് ഈ മൊബൈൽ ഫോണുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള താരങ്ങൾ വരുന്ന ഏതെങ്കിലും പരിപാടികൾ അല്ലെങ്കിൽ സിനിമാ തിയേറ്റർ അവിടെയൊക്കെ പോയി നിൽക്കുന്നു. എന്നിട്ട് അത് മുഴുവൻ ഷൂട്ട് ചെയ്യുന്നു. ആ ഷൂട്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് എന്താണ് ആളുകളെ കുറച്ച് ഓക്വേർഡ് ആയിട്ടുള്ള സംഗതികൾ കിട്ടുന്ന തരത്തിൽ, അവരുടെ ഡ്രസ്സ് മാറിയ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകമായ ഭാഗങ്ങൾ കാണുന്ന തരത്തിലുള്ള പൊസിഷനിൽ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൽ തന്നെ ആളുകളെ ക്ലിക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഉള്ള തംബ്നെയിലുകൾ ഫിക്സ് ചെയ്തിട്ട് എന്താ പറയുക, ആ നിലയ്ക്കുള്ള തലക്കെട്ടുകളിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്നു. അതിന് മില്യൺസ് ഓഫ് ആളുകൾ വന്ന് കാണുന്ന ആളുകൾ മുഴുവൻ തെറി വിളിക്കുന്നു. കഴിഞ്ഞ തവണ നമുക്കറിയാം ഹണി റോസിൻ്റെ പരാതിയിൽ, ഹണി റോസിനെതിരായിട്ട് ഇത്രയും വലിയ തോതിലുള്ള അറ്റാക്ക് നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത്തരം പരിപാടികളിൽ വന്നിട്ട് ഇത് ഷൂട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും താരാരാധന കൊണ്ട് അപ്പോൾ പെട്ടെന്ന് മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യുന്നവരല്ല. ഇങ്ങനെ വനിതാ വിനീത തിയേറ്ററിൻ്റെ അവിടെയും താരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയുള്ള സ്ഥലത്തിൻ്റെ അവിടെയും മൊബൈൽ ഫോൺ കൊണ്ട് പോയി നിന്നാൽ മാത്രം നമുക്ക് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആ ബിസിനസ് ഐഡിയയുമായിട്ട് വന്നിറങ്ങിയിട്ടുള്ള തൊപ്പിക്കാരൊപ്പിക്കുന്ന പണിയാണ് എന്ന് കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. അല്ലാതെ ഇതാരെങ്കിലും അബദ്ധത്തിൽ ഒരു സാധനം കാണുമ്പോൾ തെറിവിളിച്ച് പോകുന്നതല്ല. അപ്പോൾ ഇതാരാണ് ഈ പറയുന്ന ഡോഗ് വിസിൽ അടിക്കുന്ന ആളാരാണ്? വരൂ, ചീത്ത വിളിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ വെർബൽ റേപ്പ് ചെയ്യൂ, ഒരു അധിക്ഷേപ കമൻറ്റ് പറയൂ, ഒരു ഡേർട്ടി കമൻറ്റ് ഇടൂ, ഞങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എൻഗേജ്മെൻറ്റ്സ് ഉണ്ടാക്കി തരൂ, ഞങ്ങളുടെ പേജ് വ്യൂ കൂട്ടൂ എന്ന് പറഞ്ഞ് പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാക്കുന്ന പണിയാണ്. അങ്ങനത്തെ ഒരു പേജാണ് ഇപ്പോൾ രോമാഞ്ചം പൂട്ടിയത്. ചില്ലറ സോക്കേടൊന്നുമല്ല. കാരണം അവർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പടം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നത് എപ്പോഴും അങ്ങേരത്തെ സൂക്ഷ്മതയോട് കൂടിയാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഓക്വേർഡ് ആയിട്ടുള്ള ഒരു സംഗതി വരാൻ പാടില്ല, ശരീരത്തിൽ ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു ഭാഗവും പുറത്ത് കാണുന്ന പോലെ പെടാൻ പാടില്ല എന്നൊക്കെ നിർബന്ധമുണ്ട്. അത് അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. ആ ഷൂട്ട് ചെയ്ത ഫോട്ടോഗ്രാഫ്സിൻ്റെ ഷൂട്ട് വീഡിയോസ് അല്ലേ, ബിഹൈൻഡ് ദ സീനോ മറ്റോ, അത് ചെയ്ത ആൾ വേറെ ഒരു പേജിൽ അപ്ലോഡ് ചെയ്തു. അതിൽ നിന്ന് എവിടെയോ ഒരു ലോങ് ഷോട്ടിൽ നിന്ന് കണ്ട ഒരു ഭാഗം സൂം ചെയ്ത് പിടിച്ച് അത് എടുത്തിട്ട് ഇത് കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവരെ ഇഷ്ടമാണോ ചോദിക്കുമ്പോൾ വളരെ സ്നേഹമാണ്. ഇവരെ ഇഷ്ടമാണോ, ഈ നടിയുടെ സൗന്ദര്യം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ആൾക്കാർ താഴെ വന്ന് ചീത്ത വിളിക്കണം. ഫാമിലിക്കും എത്ര ലൈക്ക്. യെസ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? താഴെ വന്ന ആൾക്കാരെ ഈ പറയുന്ന സ്നേഹം പകരുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് മോശം കമന്റ് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഷോർട്സ് ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ. അപ്പോൾ അത് ഈ തിയേറ്ററിനോട് പോലും ഇങ്ങനെയാണ്, ക്യാമറ പിടിക്കുന്നത് ഏറ്റവും മുകളിൽ നിന്ന് പിടിക്കുക. അപ്പോൾ ഇത് ഏറ്റവും ചെറിയ പെൺകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ വരുന്നത്. ഇപ്പോൾ അജിംസ് പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞു. എല്ലാവരെയും ഇതിൽ കിട്ടണം, ആംഗിളിൽ കിട്ടണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ സംഗതി, ഇവരെല്ലാവരും രംഗത്ത് വരും. പാർവതി കൃഷ്ണ വളരെ ബോൾഡായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്, എന്നെ വെച്ചിട്ടുള്ള പരിപാടി കച്ചവടം വേണ്ട, എൻ്റെ പടം ഇങ്ങനെ ദുരുപയോഗം ചെയ്തിട്ടുള്ള ഏർപ്പാട് വേണ്ട, ഞാൻ പൂട്ടിക്കും. അത് പൂട്ടിക്കാൻ തയ്യാറാവണം, പൂട്ടിക്കാൻ കഴിയും. കാരണം ഒരാളുടെ പടം മോശമായി ഏതെങ്കിലും പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചാൽ അവർക്ക് നേരിട്ട് നിയമപരമായി ഇടപെടുമ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് അതിനകത്ത്, ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, നിയമപരമായിട്ടാലും കൊള്ളാം, പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്കും ഇടപെടാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ഇതെല്ലാം പേജുകളാണ്, ആ പേജുകൾക്കെല്ലാം ഉടമകളുണ്ട്, ഇവൻ്റെ എല്ലാ ആൾക്കാരും നമുക്ക് പൊതുവിടത്തിൽ കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പം മറ്റു മനുഷ്യരുടെ സ്വകാര്യതയ്ക്കകത്തേക്ക് കടന്നു കയറുകയും അവരിഷ്ടപ്പെടാത്ത സംഗതികൾ അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്കിട്ട് അവരെ ആക്രമിക്കാൻ ഇട്ടുകൊടുത്ത് പൈസ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നത്
അത്ര നല്ല പണിയല്ല എന്ന് സ്വയമേ മനസ്സിലാവാത്ത മനുഷ്യരെ നമ്മുടെ സിസ്റ്റം അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. കാരണം മറ്റുള്ളവരെ കൊത്തിപ്പറിക്കാനിട്ട് കൊടുത്താണ് ജീവിക്കുന്നത് എന്ന് ബോധ്യം അവർക്കുണ്ടാവണം. അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനെ ഒരു നിലയ്ക്കും ഒരാളും എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. അത് കമൻറ്റ് ചെയ്യുന്നവരും അതിൽ പെടുന്നവരും ഒന്നും എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല എന്ന് പറയില്ല. ഇത്തരക്കാരെ മാറ്റാൻ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ഇപ്പോൾ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ നമ്മൾ ഈ വിനീത തിയേറ്ററിൽ എപ്പോഴും കാണാറുണ്ട്. റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം വന്നത് സന്തോഷ് വർക്കിയാണ്. സന്തോഷ് വർക്കിക്ക് ശേഷം പരമാവധി വളിപ്പ് കാണിക്കുക, വൃത്തികേട് കാണിക്കുക. നമ്മൾ ഒരു സിനിമ കാണാൻ പോകുന്നത് എന്തിനാണ്? നമ്മുടെ പേഴ്സണൽ സ്പേസിൽ ഉള്ള സന്തോഷത്തിനും സമാധാനത്തിനും കംഫർട്ടബിളായ ഒരു സ്ഥലത്ത് പോയൊരു സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ മൊത്തം ഒരു അലമ്പിൻ്റെ വേദിയാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ ഏതൊക്കെയോ തരത്തിലുള്ള വേഷം കെട്ടിയ ആൾക്കാർ വന്ന് തുള്ളിച്ചാടുന്നു. അതെല്ലാം ഷൂട്ട് ചെയ്യാനും റിവ്യൂ എന്ന് പറഞ്ഞാൽ അവരോട് അഭിപ്രായം ചോദിക്കാനും അവർ പറയുന്നതൊക്കെ എടുത്ത് ഇതിനെക്കുറിച്ചുള്ള ഇദ്ദേഹം പറഞ്ഞ് കേൾക്കുമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. എന്തുമാത്രം അലമ്പായി നോക്കി ഈ മേഖല. അപ്പോൾ അതിലൊരാൾ ഷെയ്ഖാൻ്റെ കൊടുക്കാൻ പോവുകയാണ് ഐശ്വര്യലക്ഷ്മി വേണ്ടാന്ന് പറയുന്നത്. അങ്ങനെ വേണ്ടാന്ന് പറയാൻ ഈ മൊബൈലും കൊണ്ട് വരുമ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറിയിട്ടുള്ള കച്ചവടം വേണ്ടാന്ന് പറയാൻ എല്ലാവരും തയ്യാറാവണം. അതിന് പാർവതി എടുത്ത നിലപാട് എല്ലാവർക്കും ഒരു മാർഗ്ഗദായകമാകട്ടെ എന്ന് ഞാൻ പറയും. ഒപ്പം നിയമപരമായി സ്റ്റെപ്പ് ചെയ്യാൻ ഒരാളും മടിക്കരുത്. കാരണം ആരോഗ്യകരമായിട്ടുള്ളതും പരസ്പര ബഹുമാനത്തോടെ ഉള്ളതും മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ളതായുള്ള കച്ചവടങ്ങൾ മതി എന്ന് നമ്മളെല്ലാവരും പഠിപ്പിക്കണം. എന്തായാലും ആളുകളുടെ സ്വകാര്യതയെ മാനിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ കൾച്ചർ ഇവിടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നന്ദി.